ഞാൻ ഐഷ അഫ്രീൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അഫ മോണ്ടെ. മലപ്പുറം സ്റ്റൈൽ കുടുത മുളകിടാം. ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷമാണ് കടുക് ഇട്ട് കൊടുക്കേണ്ടത്. 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇവ നന്നായി പൊട്ടിയതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ചെറിയ തീയിൽ വെക്കണം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പൊടികളുടെ പച്ച മണം മാറിയതിനു ശേഷം 20 ചെറിയുള്ളി അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, 3 പച്ചമുളക് നടുകെ കീറിയതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. 1.5 വലിയ തക്കാളി പേസ്റ്റാക്കി ഒഴിച്ചു കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. എത്രത്തോളം ഇളക്കി കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കറികൾക്ക്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിങ്ങ വെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിങ്ങ എടുത്ത് 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം പാകത്തിന് ഉണ്ടോ നോക്കി കറി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി മീനിട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം മീൻ വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. മീനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ കുടുക് മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. ബൈ.